ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം 10-ാമത് വാക്യം. ഗൂഢമായി മുഖദാക്ഷിണ്യം കാണിച്ചാൽ അവൻ നിങ്ങളെ ശാസിക്കും നിശ്ചയം എന്ന പദമാണ്. മനുഷ്യ ജീവിതത്തിൽ ഗൂഢമായ മുഖദാക്ഷിണ്യം കാണിക്കുന്ന ആളുകളെക്കുറിച്ച് ഈ വാക്യം ഓർമ്മപ്പെടുത്തുകയാണ്. തെസ്സലോനിക്കർക്കെഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല എന്ന് പൗലോസ് പറയുകയാണ്. ആരോടും അവരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് മുഖസ്തുതി പറയുവാനോ ആ നിലകളിൽ അവരിൽ നിന്നൊന്നും കരസ്ഥമാക്കുവാനോ ആഗ്രഹിച്ചിട്ടില്ല എന്ന കാര്യമാണ്. എന്നാൽ യൂദായുടെ ലേഖനം 16-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുന്നുണ്ട്, അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു, അവരുടെ വായ് വമ്പ് പറയുന്നു, കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു എന്ന പദമാണ്. ഒരു കൂട്ടം ആളുകൾ സത്യസന്ധതയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുകയും മുഖസ്തുതിയും മുഖദാക്ഷിണ്യവും കാണിക്കാതെ ദൈവം മുൻപാകെ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കൂട്ടം ആളുകൾ അവരിൽ നിന്ന് ചിലത് പ്രതീക്ഷിച്ചുകൊണ്ട് മുഖസ്തുതി പറയുകയും മുഖദാക്ഷിണ്യം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ള പ്രസ്താവനകളാണ്. ഒരു വിഷയവുമായി നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ആളുകൾ നമുക്ക് പ്രിയപ്പെട്ടവരും നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവരുമാകുന്നു എങ്കിൽ അവരോട് പ്രത്യേകമായ ദാക്ഷിണ്യം കാണിക്കുന്നു. ആ തലത്തിൽ അവരെ നിലനിർത്തുവാനും അവരെ സഹായിപ്പാനും അവരെ സംരക്ഷിപ്പാനും ഒരു കൂട്ടം ന്യായാധിപന്മാർ, ഒരു കൂട്ടം ശ്രേഷ്ഠന്മാരായ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മുഖസ്തുതി മുഖദാക്ഷിണ്യം കാണിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ നീതിയല്ലെന്നും ന്യായത്തോടും നീതിയോടും കൂടി വിധിപ്പാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്താക്കി വച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കാവശ്യമുണ്ടെന്നും ഈ തിരുവചനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ സുഹൃത്തുക്കളും സ്നേഹിതരുമായവർക്കു വേണ്ടി അവരുടെ തിന്മകളിൽ കൂട്ടുനിൽക്കുകയും അവരോട് വിശേഷമായ ദാക്ഷിണ്യം കാണിക്കുകയും ചെയ്യുന്നവരായി നാം തീരാതെ
നീതിയോടും ന്യായത്തോടും കൂടി നിൽക്കുന്ന ഒരനുഭവമായി നമ്മുടെ ജീവിതം തീരേണ്ടതിന് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ കാര്യസാധ്യത്തിനു വേണ്ടി മുഖപക്ഷം പിടിക്കുന്നവരോ മുഖദാക്ഷിണ്യം കാണിക്കുന്നവരോ ആയിട്ടല്ല, ദൈവം ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്നിടത്ത് നീതിയോടെ പ്രവർത്തിക്കണമെന്ന നിലയിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ദൈവം സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.